അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. സഹ്റത്തുൽ ഖുർആൻ 2016-17 അധ്യയന വർഷത്തേക്കുള്ള സെന്ററുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ചേളാരി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദവനാട് കാട്ടിലങ്ങാട് PMSA മെമ്മോറിയൽ ഓർഫനേജിൽ +2 വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെട്ടു. മർദ്ദിച്ചത് 6ഓളം വരുന്ന വിദ്യാർത്ഥികൾ. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നടത്തിയ പ്രഭാഷണം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റ്. തച്ചെണ്ണയിൽ ഇരുവിഭാഗം സുന്നികൾ ഒരുമിച്ച് ബദർ ദിനം ആചരിച്ചു. UAE രാഷ്ട്രപിതാവ് ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ 11ാമത് ചരമവാർഷികം ഇന്ന്. രാഷ്ട്രപിതാവിന്റെ സ്മരണയ്ക്കായി UAEയിൽ വ്യത്യസ്തവും വിപുലവുമായ പരിപാടികൾ. കേരളത്തിലെ യതീംഖാനകളിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പുസ്തകങ്ങൾ കിട്ടാത്തവർക്ക് SFIയുടെ വക പാഠപുസ്തക വിതരണം. ഇറാഖിൽ യുദ്ധവിമാനത്തിൽ നിന്ന് അബദ്ധത്തിൽ ബോംബ് വർഷം 9 മരണം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ യതീംഖാനകളിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. ബാലനീതി നിയമം എല്ലാ അനാഥാലയങ്ങൾക്കും ബാധകമാക്കണം. എല്ലാ അനാഥാലയങ്ങളിലും ശിശുക്ഷേമ സമിതി പരിശോധന നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നതെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. പഠിക്കാൻ പുസ്തകങ്ങൾ ലഭിക്കാത്ത കുട്ടികൾക്ക് SFIയുടെ വക പാഠപുസ്തകങ്ങൾ. ആലപ്പുഴയിലെ സർക്കാർ സ്കൂളുകളിലാണ് SFI വക പുസ്തക വിതരണം. ആലപ്പുഴ മുഹമ്മദൻസ് സ്കൂളിലെ 36 കുട്ടികൾക്കാണ് ആദ്യഘട്ടമായി SFI പ്രവർത്തകർ പാഠപുസ്തകം വിതരണം ചെയ്തത്. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പുസ്തകം. ഇന്റർനെറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വൃത്തിയായി ബൈൻഡ് ചെയ്തായിരുന്നു വിതരണം. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലും കിട്ടാത്ത പുസ്തകങ്ങൾ ഇത്തരത്തിൽ നൽകാനാണ് സംഘടനയുടെ തീരുമാനം. ജില്ലയിലെ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇത്തരത്തിൽ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് കുട്ടികൾക്ക് നൽകി പഠിപ്പിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. ആദ്യമൊക്കെ PTIകൾ മുൻകൈയെടുത്ത് കുട്ടികൾക്ക് കോപ്പികൾ നൽകിയിരുന്നെങ്കിലും ചിലവ് കൂടിയതിനാൽ ഇപ്പോൾ അതും നിലച്ച മട്ടാണ്. ഇറാഖി സേനയുടെ യുദ്ധവിമാനത്തിൽ നിന്ന് അബദ്ധത്തിൽ ബോംബ് വർഷിച്ച് 9 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. 12ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യൻ നിർമ്മിത ഫൈറ്റർ ജെറ്റ് വിമാനത്തിൽ നിന്നാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ബോംബ് വർഷിക്കപ്പെട്ടത്. ബഗ്ദാദിലാണ് സംഭവം. IS ഭീകരർക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിമാനത്തിനാണ് സാങ്കേതിക തകരാർ ഉണ്ടായത്. വിമാനം വ്യോമ കേന്ദ്രത്തിലേക്ക് മടങ്ങുന്നതിനിടെ അബദ്ധത്തിൽ ബോംബ് വർഷിക്കപ്പെടുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് ബ്രിഗേഡിയൻ സായിദ് ഉമാൻ ഇബ്രാഹിം അറിയിച്ചു. മുംബൈ വിമാനത്താവളത്തിലെ കാർഗോ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് സ്തംഭിച്ച ചരക്കുനീക്കം പൂർവ്വസ്ഥിതിയിലാവാത്തതിനാൽ GCC രാജ്യങ്ങളിലെ കാർഗോ ഏജന്റുമാർ പ്രതിസന്ധിയിലായി. വിശദമായ റിപ്പോർട്ടിലേക്ക്. മുംബൈ വിമാനത്താവളത്തിലെ കാർഗോ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് സ്തംഭിച്ച ചരക്കുനീക്കം പൂർവ്വസ്ഥിതിയിലാവാത്തതിനാൽ GCC രാജ്യങ്ങളിലെ കാർഗോ ഏജന്റുമാർ പ്രതിസന്ധിയിലായി. എയർ കാർഗോ വഴി സാധനങ്ങൾ അയച്ച പലരും സാധനം വീട്ടിലെത്തിയില്ലെന്ന പരാതിയുമായി നിത്യേന കാർഗോ ഓഫീസുകളിലെത്തുന്നു. മുംബൈയിലെ കാർഗോ ക്ലിയറൻസ് സംവിധാനത്തിലെ പ്രശ്നമാണ് ചരക്ക് എത്താതിരിക്കുന്നതെന്ന് പറഞ്ഞ് മടക്കി അയച്ചാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നുവെന്ന് പറഞ്ഞ് പല ഉപഭോക്താക്കളും പ്രശ്നമുണ്ടാക്കുന്നതായി കാർഗോ ഓഫീസ് ജീവനക്കാർ പറഞ്ഞു. പ്രതിസന്ധി മുതലെടുത്ത് ഷിപ്പ് കാർഗോ വഴി അയക്കുന്ന സാധനങ്ങൾക്കും എയർ കാർഗോ ചാർജ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. കോഴിക്കോട് സ്വദേശി റമദാൻ പ്രമാണിച്ച് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തയച്ച സാധനങ്ങൾ ഒന്നും വീട്ടിൽ ഇതുവരെയും ലഭിച്ചില്ലെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം കാർഗോ അയച്ച കമ്പനിയുടെ ഓഫീസിലെത്തി പരാതി പറഞ്ഞുവെങ്കിലും അവർ കൈമലർത്തുകയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂൺ 3-നായിരുന്നു അദ്ദേഹം തന്റെ കുട്ടികൾക്കും വീട്ടിലേക്കും ആവശ്യമായ സാധനങ്ങൾ കോഴിക്കോട് വീട്ടിലെ വിലാസത്തിൽ അയച്ചത്. നോമ്പ് തീരാൻ ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂവെന്നും അതിനിടയിൽ സാധനങ്ങൾ വീട്ടിൽ ലഭിക്കുമെന്ന യാതൊരു ഉറപ്പും ഇപ്പോൾ അയച്ചവർ തരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നീ വിമാനത്താവളങ്ങളിലാണ് ക്ലിയറൻസ് സംവിധാനം ഉണ്ടായിരുന്നത്. എന്നാൽ കള്ളക്കടത്ത് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി, മുംബൈ ഒഴികെ എല്ലായിടത്തും ക്ലിയറൻസ് നിർത്തിവെക്കുകയായിരുന്നു. അതോടെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള കാർഗോ ചരക്കുനീക്കം പ്രതിസന്ധിയിലായി. മുംബൈ വഴി പോകുന്ന ചരക്കുനീക്കം വളരെ മന്ദഗതിയിലാണ്. 700 ടൺ കാർഗോ ക്ലിയറൻസ് ലഭിക്കും
അനുവദിക്കാതെ 150 ടൺ കാർഗോ മഴ നനഞ്ഞ നിലയിലാണ് ഉള്ളത്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന കാർഗോ സംവിധാനത്തെ തകർത്തതിന് പ്രധാന കാരണം വൻ ലാഭക്കൊതി പൂണ്ട പുതിയ ചില കാർഗോ കമ്പനികളുടെ വരവും ചില ഉപഭോക്താക്കൾ തന്നെ അയക്കുന്ന സാധനങ്ങൾക്കുള്ളിൽ സ്വർണം, വില കൂടിയ സിഗരറ്റുകൾ എന്നിവ അയച്ചതുമാണെന്ന് പാരമ്പര്യമായി ഈ രംഗത്തുള്ള കാർഗോ ഉടമകൾ പറയുന്നു. ഇസ്തിരിപ്പെട്ടി, എമർജൻസി ലാമ്പുകൾ എന്നിവയ്ക്കുള്ളിലെല്ലാം സ്വർണം വെച്ചിട്ടുണ്ടോ എന്ന് കാർഗോ ഓഫീസിലുള്ളവർക്ക് പരിശോധിക്കാനും നിർവാഹമില്ല. കേരളത്തിൽ ഇത്തരത്തിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവിടെ ക്ലിയറൻസ് തന്നെ നിർത്തിവെക്കുന്നതിന് കാരണമായത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കോടികൾ മുടക്കി വാങ്ങിക്കൊണ്ടുവന്ന ട്രെയിനുകൾക്ക് ഉയരം കൂടുതൽ. ആരാണ് അളവെടുത്തതെന്ന് ചോദിച്ചു പോകും ഈ വാർത്ത കേട്ടാൽ. ഫ്രാൻസ് നാഷണൽ റെയിൽവേക്കാണ് ഈ അബദ്ധം പറ്റിയത്, അതും TVG അതിവേഗ ട്രെയിനുകളിൽ. ആദ്യം ഇതുപോലെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ വർഷമാണ്. പ്ലാറ്റ്ഫോമിനേക്കാൾ ട്രെയിനുകൾക്ക് വണ്ണം കൂടിപ്പോയിരുന്നു. കഴിഞ്ഞ വർഷമാണ് 1300 പ്ലാറ്റ്ഫോമുകളോളം പുതുക്കി പണിയേണ്ടി വന്നത്. കാരണം ട്രെയിനുകളുടെ വണ്ണം കൂടുതൽ. ഏകദേശം 50 ദശലക്ഷം പൗണ്ടായി ഇതിന്. ഇപ്പോഴിതാ രാജ്യത്തിന് അഭിമാനമാവുന്ന ഫ്രാൻസ് ഇറ്റലി യാത്രക്കായി നിർമ്മിച്ച അതിവേഗ ട്രെയിനുകൾക്ക് ഉയരം കൂടുതൽ. രാജ്യത്തുള്ള നിരവധി ടണലുകളുടെ കാര്യമെല്ലാം അളവെടുത്തയാൾ മറന്നുപോയെന്ന് തോന്നുന്നു. ഏതാനും മില്ലിമീറ്റർ ഉയരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തു ചെയ്യാമെന്ന് പരിശോധിക്കുകയാണ് അധികാരികളിപ്പോൾ. ഫ്രഞ്ച് റെയിൽ ഓപ്പറേറ്റേഴ്സായ SNCF കിടിലൻ ട്രെയിനുകളാണ് ഫ്രാൻസ് ഇറ്റലി പാതയ്ക്കായി അനുവദിച്ചത്. 13,000 പേർ യാത്രകൾക്കായി നിരന്തരം ഉപയോഗിക്കുന്ന റൂട്ടാണിത്. പക്ഷേ അപ്പോഴാണ് അധികാരികളെ ആകെ കുഴപ്പത്തിലാക്കിയ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന സന്ദേശ കൈമാറ്റ ആപ്ലിക്കേഷനാണ്. എന്നാൽ നിരന്തര പരാതിയുയർന്ന ഒരു മേഖലയുണ്ട്, വാട്സ്ആപ്പിൽ വോയിസ് കോൾ. സൌജന്യ വോയിസ് കോൾ ഏറെ കാത്തിരുന്നാണ് വാട്സ്ആപ്പിലെത്തിയത്. എന്നാൽ തുടർന്ന് പ്രശ്നങ്ങളായിരുന്നു, പരാതികളായിരുന്നു. എന്നാൽ പുതിയ പതിപ്പിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വാട്സ്ആപ്പ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് വേർഷൻ ഉപഭോക്താക്കളുടെ പരാതിയെ ഒരു പരിധിവരെ അകറ്റി നിർത്തുമെന്നാണ് കമ്പനിയുടെ വാദം. അപ്ഡേഷന് പതിവ് പോലെ അല്പം ഡാറ്റ നഷ്ടമാകുമെങ്കിലും വോയിസ് കോളിംഗ് കൂടുതൽ മെച്ചമായ രീതിയിൽ ഉപയോഗിക്കാം. ഇതിനു പുറമെ മുൻ അപ്ഡേറ്റ് വേർഷനേക്കാൾ 13 KB പുതിയ വേർഷന് കുറവാണെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങളുമായി ഇബ്രാഹിം മേലെപ്പാറ ചേരുന്നു. രാഷ്ട്രപിതാവും ഐക്യ അറബ് എമിറേറ്റ്സിന്റെ പ്രധാന ശില്പിയുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ 11ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ വ്യത്യസ്തവും വിപുലവുമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2004 വിശുദ്ധ റംസാൻ 19 തന്റെ 85ാം വയസ്സിലാണ് ഷെയ്ഖ് സായിദ് എന്ന യുഗപുരുഷൻ വിടവാങ്ങിയത്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടന്നിരുന്ന മരുഭൂമിയെ കണ്ണിന് കുളിരു പകരുന്ന ഹരിതഭൂമിയാക്കി മാറ്റിയെടുക്കുന്നതിന്റെ പിന്നിലെ ഇന്ദ്രജാലം ഷെയ്ഖ് സായിദിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടു കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ ഷെയ്ഖ് സായിദ് സമകാലികരിൽ തുല്യതയില്ലാത്ത പ്രകൃതി സ്നേഹിയും കൂടിയായിരുന്നു. സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ദുബായിലെ വിവിധ മസ്ജിദുകളിൽ മെറ്റൽ ഡിറ്റക്ടറും CCTV ക്യാമറകളും ഏർപ്പെടുത്തി. എല്ലാ മസ്ജിദുകളും ഇത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. സൌദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വിഭാഗം മസ്ജിദുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് സുരക്ഷാ നടപടി. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള പരീക്ഷകളിൽ അപകടം തിരിച്ചറിയൽ പരീക്ഷ കൂടി ഉൾപ്പെടുത്തിയതായി RTA ലൈസൻസിംഗ് ഏജൻസി CEO അഹമ്മദ് ബഹ്റൂസിയാൻ അറിയിച്ചു. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എഴുത്തു പരീക്ഷയുടെ ഭാഗമായിട്ടാണ് പുതിയ പരീക്ഷയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അബുദാബിയുടെ ഹൃദയഭാഗത്ത് ബഹുമുഖ സ്പെഷ്യാലിറ്റി കുടുംബ ആസ്പത്രിയായ മിഡിയോർ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു. 14 നില കെട്ടിടത്തിൽ ആധുനിക സൌകര്യങ്ങളോടെയാണ് ആസ്പത്രിയെന്ന് VPS ഹെൽത്ത് കെയർ MD ഡോക്ടർ സംസീർ വയലിൽ വ്യക്തമാക്കി. മാലിന്യക്കുപ്പയിൽ ചികഞ്ഞ് ജീവിതം കഴിക്കുന്നവർ ആരോഗ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി താമസക്കാരുടെ പരാതി. ഷാർജ, അൽമുസല്ല, മൈസലോൺ, അൽബുത്തീന, അൽമജാസ്, അൽകാസ്മിയ തുടങ്ങിയ മേഖലകളിലെ താമസക്കാരാണ് ഇത്തരക്കാർ ബുദ്ധിമുട്ടിക്കുന്നതായി അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുന്നത്. വേനൽക്കാലത്ത് കുടുംബങ്ങളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തീം പാർക്കിൽ പ്രവേശനം സൌജന്യമാകുന്നു. സെപ്റ്റംബർ 30 വരെയാണ് ഈ ആനുകൂല്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ തീം പാർക്കായ ഫെരാരി വേൾഡിലും മറ്റൊരു തീം പാർക്കായ യാസ് വാട്ടർ വേൾഡിലും കുട്ടികൾക്ക് സൌജന്യമായി പ്രവേശനം അനുവദിക്കുന്നത്. ഇതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ഹോട്ടലുകളിലും കുട്ടികൾക്ക് താമസവും സൌജന്യമായിരിക്കും. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസ് രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര നിലവാരമുള്ള സഹറത്തുൽ ഖുർആൻ പ്രീ സ്കൂളിന്റെ പുതിയ സെന്ററുകൾ 2016-17 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 20 കുട്ടികളുള്ള ഒരു ബാച്ചിന് പരിശീലനം ലഭിച്ച 3 അധ്യാപികമാർ നേതൃത്വം നൽകുന്ന ത്രിവത്സര കോഴ്സാണ് സഹറത്തുൽ ഖുർആൻ. സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങി ആധുനിക സൌകര്യങ്ങളുള്ള ശിശു സൌഹൃദ ക്ലാസ് റൂമുകളിലാണ് പഠന സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നതോടെ നിലവിലുള്ള KGയിലെ മുഴുവൻ പഠനവും ലഭിക്കുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാൻ പരിശീലിപ്പിക്കുകയും ഒരു ജുസ് മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നു. സെന്ററുകൾ തുടങ്ങാൻ താൽപര്യമുള്ളവർ www.markasonline എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് 15-ന് മുമ്പ് സഹറത്തുൽ ഖുർആൻ @markasonline.com എന്നതിലേക്ക് മെയിൽ അയക്കുക. വിവരങ്ങൾക്ക് 7025440005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. യാത്രകളിൽ സ്നേഹത്തിന്റെ ഇഫ്താർ പിറ, പരസ്പരം കൈമാറുന്ന ഈത്തപ്പഴത്തിന്റെ ഇതളുകൾ, മറ്റുള്ളവരിലേക്ക് നീട്ടിപ്പിടിച്ച പാനീയങ്ങളുടെ ബോട്ടിലുകൾ, കയ്യിൽ കരുതിയ പലഹാരങ്ങൾ പങ്കിട്ടെടുക്കുന്ന സഹയാത്രികർ. മഗ്രിബ് ബാങ്കിന്റെ വിളികെട്ടാൽ യാത്രക്കാർക്കിടയിൽ കാണുന്നത് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്ന്. മറ്റുള്ളവനെ നോമ്പു തുറപ്പിക്കുന്ന വലിയ സന്തോഷത്തിനൊപ്പം സ്നേഹത്തിന്റെ പങ്കുവെപ്പുകളാണ് ഇവിടെ കാണുന്ന മനോഹരമായ കാഴ്ച. ബസ് യാത്രകളിലും ട്രെയിൻ യാത്രകളിലുമെല്ലാം ഇത്തരം ഇഫ്താർ പിറകൾ നിത്യകാഴ്ചയാണ്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളിലും ജീവനക്കാർ തന്നെ ഈത്തപ്പഴം കരുതുന്നതാണ് പതിവ്. യാത്രക്കിടയിൽ ബാങ്ക് വിളി ഉയർന്നാൽ ഇവർ തന്നെ നോമ്പുകാർക്കായി ഇത് വിതരണം ചെയ്യും. ദീർഘദൂര ബസ്സുകളിൽ നോമ്പുകാരായ യാത്രക്കാർ പരസ്പരം ഇഫ്താർ വിഭവങ്ങൾ കൈമാറും. മറ്റുള്ളവരും പങ്കാളികളാവുന്നത് സൌഹൃദത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. ട്രെയിൻ യാത്രക്കാർക്കിടയിലാണ് കുറെ കൂടി സംഘടിതമായി ഇഫ്താർ പിറയൊരുങ്ങുന്നത്. ഒരേ ട്രെയിനുകളിലെ സ്ഥിരം യാത്രക്കാരാണ് ഇതിനായി മുന്നിട്ടിറങ്ങുന്നത്. ദിവസവും ഒരു കമ്പാർട്ട്മെന്റിൽ ഒന്നിക്കുന്ന ചെറുസംഘങ്ങളായാണ് നോമ്പുതുറ ഒരുക്കുന്നത്. നോമ്പുകാരായ യാത്രക്കാർ കൊണ്ടുവരുന്ന വിഭവങ്ങൾ തുല്യമായി പങ്കുവച്ച് കഴിക്കുന്നതാണ് ട്രെയിനുകളിലെയും കാഴ്ച. ചില ട്രെയിനുകളിൽ സമൂഹ ഇഫ്താറുകളും സംഘടിപ്പിക്കാറുണ്ട്. ചെന്നൈ മെയിലിൽ ഇത്തരത്തിൽ വർഷങ്ങളായി ഇഫ്താർ നടക്കാറുണ്ട്. റോഡ് മാർഗമുള്ള യാത്രക്കാർക്ക് പള്ളികളാണ് ആശ്രയം. മിക്ക പള്ളികളിലും യാത്രക്കാർക്കായി നോമ്പു തുറക്കാൻ സൌകര്യം ഒരുക്കുന്നുണ്ട്. പുതിയ അധ്യയന വർഷം ജോലി ആവശ്യമുള്ള മുഅല്ലിം, ഖതീബ്, ഇമാമുമാരെ സഹായിക്കുന്നതിനുവേണ്ടി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി മുഅല്ലിം ജോബ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നു. ജോലി ആവശ്യമുള്ള മുഅല്ലിമുകൾ മദ്രസ മഹല്ല് മാനേജ്മെന്റ് കമ്മിറ്റികൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ ഡി ഇന്ത്യ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ജില്ലാ സെക്രട്ടറി നാസർ സഖാഫി അമ്പലക്കണ്ടി അറിയിച്ചു. SYS എടക്കാട് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം റിലീഫ് ഉദ്ഘാടനവും ബദ്ർ സ്മൃതിയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. എടക്കാട് IDCയിൽ നടന്ന പരിപാടിയിൽ ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളി ബദ്ർ അനുസ്മരണ പ്രഭാഷണം നടത്തി. SYS കണ്ണൂർ ജില്ലാ ട്രഷറർ പ്രൊഫസർ UC അബ്ദുൽ മജീദ് സാന്ത്വനം റിലീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണ അവശ്യ സാധനങ്ങൾ ഓരോ മാസവും അവരുടെ വീടുകളിൽ എത്തിച്ചുകൊടുക്കുന്ന സാന്ത്വനം റിലീഫ് IDC വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് നടത്തുന്നത്. ചടങ്ങിൽ SMK തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF
കലാസാഹിത്യ മാമാങ്കങ്ങൾക്ക് തുടക്കമാകുന്നു. SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 22, 23 ശനി ഞായർ ദിവസങ്ങളിൽ കടവത്തൂരിൽ വെച്ച് നടക്കും. പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണം ജൂലൈ 9 വ്യാഴാഴ്ച വൈകിട്ട് 3:30 ക്രസന്റ് ക്യാമ്പസിൽ നടക്കും. SYS SSF ജില്ലാ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. APEK വിഭാഗം സുന്നികൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന തച്ചണ്ണയിൽ ഇരുവിഭാഗവും യോജിച്ച് ബദർ ദിനം ആചരിച്ചു. ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇവിടെ പലതവണ സംഘർഷമുണ്ടായിരുന്നു. വധശ്രമം ഉൾപ്പെടെ 20ലധികം കേസുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മഹല്ല് ഭരണവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ഒരു വർഷമായുള്ള അകൽച്ചയ്ക്ക് കാരണം. ഒരു മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് മഞ്ഞുരുക്കത്തിന് വഴിവെച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ KPCC അംഗവും AP വിഭാഗം നേതാവുമായ MP മുഹമ്മദും PK ബഷീർ MLAയും ഒരുമിച്ചു. ഈ യോജിപ്പ് വിഭാഗീയത സംബന്ധിച്ച ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ബദർ ദിനം ഒരുമിച്ച് ആചരിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുകയുമായിരുന്നു. തുടർന്ന് തച്ചണ്ണ മദ്രസയുടെ മുറ്റത്ത് ഇരുവിഭാഗം ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥനയും അന്നദാനവും നടത്തി. ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ PK ബഷീർ MLAയും ചടങ്ങിനെത്തി. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നടത്തിയ പ്രഭാഷണം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റാകുന്നു. രസകരമായ ശൈലിയിലൂടെ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പ്രഭാഷണമാണ് വൈറലാകുന്നത്. 3 മിനിറ്റ് 32 സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം. ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ഹാജി ഉണ്ടായിരുന്നു, ഒരു മരക്കച്ചവടക്കാരനൊക്കെ. അയാൾ ചെറിയ മുത്താലിമ്യങ്ങളോട് തർക്കിക്കൊള്ളൂ, എല്ലാ ആൾക്കാരോടും തർക്കത്തിന് പോകില്ല. ചെറിയ ചെറിയ മുത്താലിമ്യങ്ങളെ കണ്ട ഇയാൾ ചോദിക്കും, അല്ല മോനെ നീ ഓതാൻ പോവാണ്? അത് ശരി. തറാവി എത്ര? തറാവി എനിക്കറിയില്ല. പിന്നെ നീ എന്തിങ്ങനെ തലപ്പാവ് പോയിട്ട്? ഞാൻ ഇപ്പം അടുത്ത് ഓതാൻ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. ശരി, 8 20? ഏതാ ശരിയെന്ന് എനിക്കറിയില്ല. നീ എത്ര നിസ്കരിക്കൽ വെച്ച്? ഞാൻ 20 ഈ കുട്ടി. എന്താ നീ 20 നിസ്കരിക്കണം, 8 നിസ്കരിച്ചാൽ പോരേന്ന് വെച്ചു. അപ്പൊ ഇയാൾ 8 പറഞ്ഞാൽ നീന്തറപ്പഴം ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. 20 പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ 20 നിസ്കരിക്കരുത്. എന്തോ 8 നിസ്കരിച്ചാൽ? ഒന്നുമില്ല, പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിവരമില്ലാത്ത നീ ഇങ്ങനെ. ഒന്നുമില്ല ആചാര്യ, നമ്മൾ മഹശറിയിൽ നിങ്ങളും ഞാനും നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹു തആല വിളിച്ചു, എടാ അബ്ദുറഹ്മാൻ വാ, നീ തറാവി നിസ്കരിച്ചോ? നിസ്കരിച്ചു. പഠിച്ചു. എത്ര നിസ്കരിച്ചു? ഞാൻ 20 നിസ്കരിച്ചു. 20? പടച്ചോനെ 20? എന്താണ് 20 നിസ്കരിച്ചത്? റബ്ബേ, മക്കത്ത് 20, മദീനത്ത് 20, ബൈത്തുൽ മുഖദ്ദസിൽ 20. ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്കി തങ്ങൾ, മൂപ്പര് 20. പാണക്കാട് തങ്ങൾ പാപ്പ 20. ഉള്ളാളത്തെ തങ്ങൾ 20. പടച്ചവനെ, ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ആലിമീങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്, EK ഉസ്താദ്, പതി ഉസ്താദ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരും 20. അപ്പോ അവരൊക്കെ നിസ്കരിക്കണ കണ്ടിട്ട് ഞാൻ 20 നിസ്കരിച്ചു. അപ്പൊ അല്ലാഹു തആല പറയാണ്, അൽഹംദുലില്ലാഹ്, അപ്പൊ 20ന്റെ കൂലി വാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം. അല്ല, അല്ലാഹു തആല ചോദിക്കാണ്, 20 നോമ്പെന്ന് വെച്ചിട്ട് വെറുതെ കഷ്ടപ്പെടാൻ നിന്ന് 8 നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ? പടച്ചോനെ, ഞാൻ ഈ ബാഫക്കത്തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ. 8 ഉള്ളൂ? അതെ 8 ഉള്ളൂ. എന്നാ എന്റെ ഈ 20 നല്ലത് നോക്കിയിട്ട് 8 എടുത്തു. ഈ 20 റക്അത്തിന് പടച്ചവനെ ഞാൻ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരാണ്. 8 ഉള്ളൂ? ഇതിന്ന് 20 8 എടുത്തോ? പടച്ചോ, അതിന് 8 എടുത്തിട്ട് ബാക്കി 12 ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഈ അർഹമുർ-റഹീമല്ലേ, എന്റെ ഉമ്മാന്റെ വാപ്പ പ്രായമുള്ള ആളാ, മൂപ്പർക്ക് നിസ്കാരമൊന്നും അധികം കിട്ടിയിട്ടില്ല, തറാവിയെ തീരെ നിസ്കരിക്കാത്ത ആളാണ്, സാധുവിന് ഒരു 8 റക്അത്ത് മൂപ്പർക്കും കൊടുത്തണം റബ്ബേ. അപ്പൊ അല്ലാഹു തആല ഗഫൂറുർ-റഹീമാണ്, ഒരു 8 മൂപ്പർക്കും. യാ റബ്ബ്, ആചാര്യ 20 നിസ്കരിച്ചാൽ ബിരിച്ചും ചെയ്യാം, പുതക്കും ചെയ്യാം. അതേ സമയത്ത് നിങ്ങളെ നീന്തപ്പഴം ചായയും കണ്ടു കാണും ഞാൻ 8 നിസ്കരിച്ചിട്ട് മഹശറിയിൽ വരുമ്പോ അല്ലാഹു തആല ചോദിക്കണം, ഇടപെടണം, തറാവി നിസ്കരിച്ചോ? നിസ്കരിച്ചു. എത്ര നിസ്കരിച്ചു? 8. ഹൈവാനെ 8. പണ്ട് തങ്ങന്മാരും ആലിമീങ്ങളും മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ 20 നിസ്കരിക്കുമ്പം 8 നിസ്കരിച്ച് എടുക്കണം, ബാക്കി 12 എന്ന് അല്ലാഹു തആല ചോദിച്ചാൽ നിങ്ങൾ തരുമോ ആചാര്യ? അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയതാ. പിന്നെ ഇവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോന്ന് അല്ലാഹു അല്ല, ഞാൻ അറിയില്ല, എനിക്ക് ഇവിടെ അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ കുട്ടിയുടെ ഈമാനെങ്കിലും നമുക്ക് വേണം. എന്താ കുട്ടിന്റെ ഈമാന്? ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ്. 20 നിസ്കരിക്കട്ടെ. 20 നിസ്കരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ അഥവാ 8 ശരിയാണെങ്കിൽ എന്റെ 20 നല്ലത് നോക്കി 8 എടുത്തോട്ടെ. 8 നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ 20 ശരിയെങ്കിൽ മഹശറിയിൽ നിന്ന് 12 വെക്കണ കച്ചവടക്കാരനെ കാണും. ആണ്
ചെറുപ്പക്കാര് മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട. ചേളാരി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദവനാട് കാട്ടിലങ്ങാട് PMSA മെമ്മോറിയൽ ഓർഫനേജിൽ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കാരേക്കാട് സ്വദേശി ചേനാടൻ പതിയാത്ത് അബ്ദുൾ റഫീഖ് ഖദീജ ദമ്പതികളുടെ മകനാണ് കൊല്ലപ്പെട്ട ആഷിഖ്. ആദവനാട് കാട്ടിലങ്ങാട് PMSA ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയും ഓർഫനേജിൽ താമസിക്കുകയുമായിരുന്ന മുഹമ്മദ് ആഷിഖ് CP യാണ് ഓർഫനേജിലെ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. അതേസമയം മരണം ആത്മഹത്യയായി ചിത്രീകരിച്ച് സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാപന അധികൃതർ. വിദ്യാർത്ഥി തൂങ്ങി മരിച്ചതാണെന്നാണ് സ്ഥാപന ഭാരവാഹികൾ വാദിക്കുന്നത്. സംഭവം ഇങ്ങനെ: മരണം സംഭവിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടുകൂടെ. എന്നാൽ ഓർഫനേജ് അധികൃതർ രക്ഷിതാക്കളെ വിവരമറിയിക്കുന്നത് 2 മണിക്കൂറുകൾക്ക് ശേഷം. ആഷിഖ് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിന്റെ വിശ്രമമുറിക്കകത്ത് ആത്മഹത്യ ചെയ്തതിന്റെ സൂചനകൾ ഒന്നുമില്ല. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച് എന്ന് പറയപ്പെടുന്ന മുണ്ട് മാത്രമാണ് മുറിക്കകത്തുള്ളത്. കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെ: ഒരു തുണിയിലാണ് ഇവർ ചെയ്തതെന്നാണ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്ത പോലല്ല കുട്ടിയുടെ കഴുത്ത് കണ്ടാൽ മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോൾ കയറ് ഉപയോഗിച്ച് ചെയ്തതുമായി തന്നെ തോന്നുന്നത്. ഇവർ പറഞ്ഞ തുണി കൊണ്ടാണ്. തുണിയൊക്കെ ഒരുപാട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും വന്ന സമയത്ത് സ്റ്റൂൾ അവിടെ ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പോൾ സ്റ്റൂൾ അവിടെ വെക്കുന്നത്. ഇതുവരെ സ്റ്റൂളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൽ സംശയങ്ങളുണ്ട്. സംശയങ്ങൾ തന്നെ ഉള്ളൂ, ആകെ സംശയമുള്ളൂ. അപ്പോൾ അതിൽ സംശയങ്ങളുണ്ട്. സംശയങ്ങൾ തന്നെ ഉള്ളൂ, ആകെ സംശയമുള്ളൂ. എന്താ സംശയം? എൻ്റെ പേര് മുഹമ്മദ് സലീം, കുട്ടറ മൂത്താപ്പേണി. തൂങ്ങി മരിക്കാൻ മുണ്ടുകെട്ടിയ കൊളുത്തിന്റെ നിറം പോലും മങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ തൂങ്ങിയല്ല മരിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ലഭിച്ചത്. അതുകൊണ്ടുതന്നെ ആഷിഖിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും തറപ്പിച്ചു പറയുന്നു. മരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം വരെ ആഷിഖ് സന്തോഷവാനായിരുന്നെന്നും അധ്യാപകർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ആഷിഖെന്നും ആത്മഹത്യ ചെയ്യാനുള്ള കാരണമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആഷിഖിന്റെ സഹപാഠികൾ പറയുന്നു. ക്ലാസ്സിലൊക്കെ എല്ലാവരും നല്ല നീറ്റായിട്ട് പെരുമാറുള്ളൂ. ഇവിടെ നല്ല സ്റ്റാഫിനെ വെച്ച് നല്ലൊരു നല്ല ഞങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെ വെച്ച് നല്ല കമ്പനിയാണ് എല്ലാവരും. വിദ്യാർത്ഥികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനു മുൻപ് ആഷിഖിന്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ഓർഫനേജ് ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ വ്യത്യസ്തമായ വിശദീകരണമാണ് നൽകുന്നത്. ഇത് ആത്മഹത്യ അല്ല എന്നതിന് വ്യക്തമായ തെളിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരു കുട്ടി ഇങ്ങനെ ഒരു കോളേജിൽ ഇങ്ങനെ തൂങ്ങി മരിക്കൽ എന്തൊരു കുഴഞ്ഞു മരിച്ചാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് ഇവിടെ 11:30 മണിക്കാണ്. അതന്നെ ഏറ്റവും വലിയ ഒരു വിഷയം തന്നെ. ഏതോ ഒരു ഉപായശക്തിയിൽ ഇടപെട്ടുള്ളത് നമുക്ക് സംശയിക്കുന്നുണ്ട്. പല ടൈം 6 മണിക്ക് ഒരു കുട്ടി ഇവിടെ കോളേജിൽ മരിച്ചു വീഴുമ്പോൾ എങ്ങനെ മരിച്ചു എന്നല്ല. അടുത്ത് തൊട്ടടുത്ത് പിന്നെ 6-7 കിലോമീറ്റർ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എത്രയോ വൈകി വന്നിട്ട് പോലീസ് എത്തുന്ന ഈ ടൈമിലാണ്. അതും എത്രയോ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതിന് ശേഷം എന്തൊക്കെ ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ള വളരെ സംശയമുണ്ട്. സാധാരണ നമ്മൾ തൂങ്ങി മരിക്കുമ്പോഴാണ് വേറെ വിഷയം എന്താ പറയുക. ഈ തൂങ്ങി മരിക്കുമ്പോൾ സാധാരണ നമ്മൾക്ക് അനുഭവപ്പെട്ടവരെ തൂങ്ങി മരണങ്ങൾ നമ്മൾ പോയി സന്ദർശിച്ചിട്ടുണ്ട്. കുട്ടികളെ ഈ മരണ വെപ്രാളത്തിൽ മാന്തണ രംഗങ്ങളും പല അയന്മാരെ നമ്മളെ മലമൂത്ര വിസർജനമൊക്കെ സാധാരണ നമ്മൾ പതിവുണ്ട്. നമ്മൾ നാടാടുന്ന തൂങ്ങി മരണം നടന്ന സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. ഇതും നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി. 6ഓളം വിദ്യാർത്ഥികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. തലേദിവസം രാത്രി ആഷിഖ് കരയുന്നത് കണ്ട വിദ്യാർത്ഥികളുണ്ട്. ആഷിഖിന് ഓടിക്കാൻ കൊടുത്ത മോട്ടോർ സൈക്കിൾ തള്ളിയിട്ട് കേടുവരുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട ആഷിഖിന്റെ ബന്ധു KMC ന്യൂസിൽ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് നാസർ അവസാനത്തെ വിവരങ്ങൾ? മരണ റിപ്പോർട്ട് ലഭിച്ചോ? കുട്ടി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ കണ്ട സാക്ഷികളുണ്ട്. മർദ്ദിക്കുന്നതായിട്ട് കണ്ട സാക്ഷികളുണ്ട്. ഇതാര് നടത്തുന്ന സ്ഥാപനമാണ്? സാക്ഷികളുണ്ട്. അവന് ഇരുന്ന് കരയുന്ന കണ്ടതുണ്ട്. അതെ, അതേ PMS എത്തിങ്ങാനെന്നറിയും. അത് എങ്ങനെയാണ്? EKSMSന്റെ ആളുകളാണോ? AP വിഭാഗത്തിന്റെ ആളുകളാണോ? അതെ, ഈക്കണ്ടല്ലോ. കാരണം വെച്ചാൽ ഒരു ബൈക്ക് കൊണ്ടുപോയിട്ട് അത് വീണുകണെന്ന് പറഞ്ഞു. അതിന്റെ കാര്യമായിട്ട് കേടൊന്നുമില്ല.
മർദ്ദിച്ച വിദ്യാർത്ഥികളെയും കൂടി രക്ഷപ്പെടുത്തുന്ന ഒരു നീക്കമാണ് സ്ഥാപന ഭാരവാഹികളുടെ അടുത്തു നിന്ന് ഉണ്ടാവുന്നത്. അതെ, അങ്ങനെ ഇത് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ സ്ഥാപനത്തിന് ഒരു കേട് വരരുതെന്നുള്ള എനിക്ക് പോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോലും. സ്ഥാപന അധികൃതരോ മറ്റു ചേളാരി വിഭാഗം നേതാക്കളോ കൊല്ലപ്പെട്ട ആഷിഖിന്റെ വീട് സന്ദർശിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളാണ് ചേളാരി വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി സിഐയുടെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഓർഫനേജ് അധികൃതരുടെ മൊഴിയെടുത്തു. വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതറിഞ്ഞ് നിരവധി പേരാണ് തടിച്ചുകൂടിയത്. മരണം ആത്മഹത്യയല്ലെന്ന ബന്ധുക്കളുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുസ്തകങ്ങൾ കിട്ടാത്തവർക്ക് SFIയുടെ വക പാഠപുസ്തക വിതരണം. ഇറാഖിൽ യുദ്ധവിമാനത്തിൽ നിന്ന് അബദ്ധത്തിൽ ബോംബ് വർഷം 9 മരണം. കേരളത്തിലെ യതീംഖാനകളിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ചേളാരി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദവനാട് കാട്ടിലങ്ങാട് PMSA മെമ്മോറിയൽ ഓർഫനേജിൽ +2 വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെട്ടു. മർദ്ദിച്ചത് 6ഓളം വരുന്ന വിദ്യാർത്ഥികൾ. തച്ചണ്ണയിൽ ഇരുവിഭാഗം സുന്നികൾ ഒരുമിച്ച് ബദർ ദിനം ആചരിച്ചു. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി നടത്തിയ പ്രഭാഷണം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റ്. UAE രാഷ്ട്രപിതാവ് ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ 11ാമത് ചരമവാർഷികം ഇന്ന്. രാഷ്ട്രപിതാവിന്റെ സ്മരണയ്ക്കായി UAEയിൽ വ്യത്യസ്തവും വിപുലവുമായ പരിപാടികൾ. സഹ്റത്തുൽ ഖുർആൻ 2016-17 അധ്യയന വർഷത്തേക്കുള്ള സെന്ററുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News.